മതിരാ മതിരാ. നമ്മുടെ കൂടെയുള്ള ചെക്കൻ്റെ വീട്ടിൽ വന്നാൽ അവനെ കൂട്ടിയിട്ട് വേണം പോകാൻ. ലൊക്കേഷൻ ഇട്ടോടാ. എടാ നീ വേണേ എൻ്റെ സാധനം വെച്ചോടാ അതിനകത്ത്. എന്നാ വെച്ചോ? ഇത് കല്ലാർ വാട്ടർഫോൾസ് ആണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് നിർത്തി കണ്ടപ്പോൾ. വിട്ടോ അങ്ങനെ വന്നേക്കാം. ആളൊന്ന് മാറി മാറി മാറിയാണ് ബൈക്കൊക്കെ ഓടിക്കുന്നത്. നിർത്തി നമ്മളിതിന് മുന്നോട്ട് നീങ്ങുകയാണ്. കല്ലാറ് വാട്ടർഫോൾസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള റോഡ് ആണ്. അപ്പോൾ ഇവിടെ സൈഡ് റോഡിൽ കൂടി നടക്കുന്നതായിട്ട്. മൂന്നാറ് കയറിക്കൊണ്ടിരിക്കുന്ന 2-3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് കാണാൻ താഴെ തേയിലത്തോട്ടങ്ങൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. മുന്നോട്ട് ചെയ്യണം. ചൂടുണ്ടെങ്കിൽ പോലും നമുക്ക് ചൂടറിയാനില്ല. അത്യാവശ്യം ചെറിയ തോതിൽ തണുപ്പുണ്ട്. നമ്മൾ മൂന്നാറ് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ 2-3 കിലോമീറ്റർ ഉള്ളിൽ നമ്മൾ റൂമിൽ ചെക്കിൻ ആക്കണം. നമ്മൾ റൂമിൽ കയറി. റൂമിന്റെ വോൾഫോമാണ്. ചെക്കിനൊക്കെ ആക്കി നമ്മൾ റൂമിൽ കയറി. ടയർഡായതുകൊണ്ടാണ് നമ്മളകത്ത് ചെക്കിനകത്ത് കാണിക്കില്ല. അപ്പോൾ നമ്മൾ റൂമിൽ കയറി. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാം റെസ്റ്റ് എടുക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അടുത്തതിൽ ഫുഡ് കഴിച്ചിട്ട് വരാം.
അയ്യോ ചൂടറിയാം എൻ്റെ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വിശപ്പായതുകൊണ്ട്. അപ്പം നമ്മൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ യാത്രകൾ കണ്ട് നല്ല തേയിലത്തോട്ടത്തിലെ കാഴ്ചകളെ കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂമിൽ ചെന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. റൂമിലേക്ക് നമ്മൾ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് പോകുന്നതാണ്. വഴിക്ക് നല്ല തേയിലത്തോട്ടങ്ങളും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. തേയില നമ്മുടെ വെട്ടി പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ്. അതിമനോഹരമായ ഒരു തേയിലത്തോട്ടമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. രണ്ട് സൈഡിലും മുകളിലും താഴെയുമായിട്ട് തേയിലത്തോട്ടം കാണാൻ സാധിക്കും. അത് ഉണ്ടെന്ന വണ്ടികളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പോയി റൂമിൽ ചെന്നിട്ട് അപ്പോൾ ഈ കാണുന്ന മാട്ടുപ്പെട്ടി ഡാമാണ്. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ആണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം. അവിടെയാണ് പാർക്കിങ്. പാർക്കിങ്ങിന് നമുക്ക് ബൈക്കിന് വരുന്നത് ഒരു വണ്ടിക്ക് 10 രൂപയാണ് വരുന്നത്. പിന്നെ ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ഡാമിലും അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ കാണാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നല്ല വ്യൂ ഉള്ള ഒരു ഏരിയയാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ ഡാമിൻ്റെ ഒരു ഏരിയയാണിത്. കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അടുത്ത് സമയം ഇപ്പോൾ ഒരു 6:15 വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ്. നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല ഒരു മഞ്ഞ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ തണുക്കുന്നതാ